ഗുഡ് മോർണിംഗ്. നിൻ്റെ വീട്ടിലൊരു രാവിലത്തെ വ്ളോഗാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞ് കുട്ടിക്ക് ചായ കൊടുക്കുന്ന രംഗാട്ടോ നിങ്ങൾ കാണുന്നത്. അതിസാഹസികമായിട്ടാണ് ചായ കൊടുക്കുന്നത്. കാരണം 1-2 മണിക്കൂർ നമുക്ക് പിന്നെ നടന്നാൽ 2 വായെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ പറയുന്നു, കഴിക്കണില്ല എന്നൊക്കെ അനിയത്തിവരോട് പറയുന്നു കേട്ടോ. അവരിങ്ങനെ പറയണം, അങ്ങനെ കൊടുത്തു നോക്കി ഇങ്ങനെ കൊടുത്തു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കണില്ല കേട്ടോ. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി കോഴീനെയും കാക്കേനെയും കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കൊടുക്കാൻ നോക്കുകയാണ്. പക്ഷെ എങ്ങനെയായാലും അമ്പുരാട്ടി കഴിക്കില്ല. അങ്ങനെ 2 വായ എങ്ങനെയൊക്കെ കൊടുത്ത് കുട്ടീനെയും കുളിപ്പിച്ചുറക്കി ഞാൻ കുളിച്ച് വന്നു കേട്ടോ. കുളിച്ച് വന്നപ്പോഴത്തേനും ഞങ്ങൾ നീച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉറക്കം ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ കുടൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുടൽ തന്നെ പറയുക, നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിങ്ങനെ കറുമുറ കഴിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ചെടിങ്ങിനെ അത് കണ്ടപ്പോൾ ഭയങ്കര അങ്ങനെ ചോറും ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ തന്നെ പറ്റുള്ളൂ പറഞ്ഞില്ലേ. ഇതിങ്ങനെ കടിച്ച് മുറിച്ചിരിക്കാൻ രസം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അച്ഛമ്മേൻ്റെ അടുത്ത് പറയും, ഇത് കൊണ്ടുപോയി കളിഞ്ഞ് അത് കണ്ടു കഴിഞ്ഞത് ഫുള്ള് തീർത്തിട്ട് അടങ്ങുള്ളൂ പറഞ്ഞിട്ട് അത് ഞാൻ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഞാനങ്ങനെ പറയാണ്, കുറച്ച് മാമു കഴിക്കുക, ഈ കുഴലപ്പം തിന്നിട്ട് എന്താ കാര്യം, കുറച്ച് മാമു കഴിക്കുക എന്ന് പറയുമായിരുന്നു. അങ്ങനെ മാമു കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. ആ കുഴലപ്പത്തിന് പിന്നാലെ അങ്ങനെ നടക്കുകയായിരുന്നു. അതിന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ രംഗാട്ടോ കാണുന്നത്. ഞാൻ കുറച്ച് ഒരു കോഴിക്കുട്ടിക്ക് കൊടുക്കണ അത്ര ചോറേ കൊടുക്കണുള്ളൂ. ഒരു ഇത്തിരി ചോറ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അനിയത്തി ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ക്യാമറയും കൊണ്ട്. അപ്പോൾ ഞങ്ങളേതായാലും ഇങ്ങനെ കുറച്ച് ചോറ് കൊടുത്തു നോക്കാമെന്നുള്ളതിൽ ഒരിത്തിരി ചോറ് എടുത്തിട്ടോ. ഇനി കഴിക്കുകയാണെങ്കിൽ എടുക്കാരുതിയാണ്ട് ഒരിത്തിരി ചോറ് കണ്ടില്ലേ, ഒരിത്തിരി ഞാൻ എടുത്തിട്ടുള്ളൂ. അതന്നെ ഞങ്ങൾ ഫുള്ള് കഴിച്ചിട്ടില്ല. പിന്നെ അതെടുത്ത് ഞാനിങ്ങനെ മുറ്റത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ കോവയ്ക്കുപ്പേരി ഉണ്ടായിരുന്നു. കോവയ്ക്കുപ്പേരി അധികം എരിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കുറച്ച് കുട്ടി കുഴച്ച് കൊടുക്കാൻ കരുതി. വെറും ചോറ് കൊടുക്കണ നേരം അതും കൂടി കൂട്ടി കഴിച്ചാൽ കഴിക്കുന്നുള്ള ധാരണയിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് 2 കഷ്ണം ഉപ്പേരി ഇട്ടിട്ട് ഞാൻ കഴിപ്പിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പോയിരിക്കാൻ വിചാരിച്ചിട്ട് അവിടെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ രാവിലത്തെ പരിപാടികൾ.